ഹലോ ഗുഡ് മോർണിംഗ് രാധാസുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സുധീഷിനെ ഇട്ട് നാണം കെടുത്താണ് അച്ഛനും മകനും ആ ഇടം വലവും നിന്നിട്ട് കേട്ടോ, കൂട്ടത്തിലെ അമ്മയുണ്ട്. അപ്പോൾ പറയും, നീ മേഡത്തിനെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടാക്കി വാ എന്ന് പറയാണ് മോളെ. അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടെന്നില്ല, എല്ലാം കേട്ട് പാവം മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ ഒരു സേഫായി കൊണ്ടാക്കി വാ എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് അതിനും ഒരു അക്ഷരം പറയുന്നില്ല. അപ്പോൾ നിധിയുടെ അമ്മ പറയും, ഞാൻ എന്നാൽ പോയിട്ട് മോളെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പോവുകയാണ് കേട്ടോ. നീ എന്താ എന്നോട് പറഞ്ഞത്? നിന്നെ വിട്ട് നിധി ഇനി വരില്ല എന്നല്ലേ? നിന്നോട് ഞാൻ ഒരാഴ്ചയാണ് ചാലഞ്ച് ചെയ്തല്ലേ, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എൻ്റെ മോളെ ഇവിടെ എത്തിച്ചല്ലേ. അതുപോലെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കും. അവളെ പിന്നെ ഇവിടെ നിർത്തിയിട്ട് അവളെ ഒഴിവാക്കും. അവൾ തന്നെ നിന്നെ ഇവിടെ നിന്ന് വിടും. അങ്ങനെ നിധി നിൻ്റെ അടുത്ത് നിന്ന് വിട്ട് വന്നതിന് ശേഷം പിന്നെ നിൻ്റെ കാര്യം കഷ്ടമാവും, ദുരിതമാവും എന്നൊക്കെ പറയാം. ഒന്നും ഇടില്ല, എല്ലാം നിന്ന് കേൾക്കുകയാണ് കേട്ടോ സുധീഷ്. പക്ഷെ അവന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മറിയാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഇവർ അതിനെ മോളിൽ പിടിച്ചിട്ട് നിധിനെ ഇവനെതിരെയാക്കും. അത് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയും, അപ്പോൾ മകൻ പറയുന്നുണ്ട്, എന്താണ് അരുൺ പറയുന്നുണ്ട്, അച്ഛൻ ഇവനെ പോലെയുള്ള ഊച്ചാളികളുടെ അടുത്തൊക്കെ എന്തിനാ അച്ഛൻ ഒരാഴ്ചത്തൊക്കെ പറഞ്ഞത്? വെറും 2 ദിവസം തികച്ച് വേണം. ഇപ്പോൾ 2 ദിവസം കൊണ്ട്, 1 ദിവസം കൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിച്ചില്ലേ. ഇനിയിപ്പോൾ ഇവനെ ഇവിടുന്ന് പുറത്താക്കി എത്ര ദിവസം വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നീ എത്രക്കേലും വെറും ഡ്രൈവറാടാ, അത് നീ മറക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പോഴേക്കിനും ഇവരുടെ ഇതിൻ്റെ അമ്മ മോളെയും കൂട്ടി വരുന്നുണ്ട്. കൊണ്ടാക്കിയിട്ട് വാ എന്നറിയാം. അപ്പോൾ അങ്ങനെ തിരിഞ്ഞെടുക്കുമ്പോൾ നിൽക്കവിടെ എന്നറിയാം. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് നോക്കുക. അപ്പോൾ കാറിൻ്റെ അക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ അവനതിങ്ങനെ ഓണാക്കി ഇങ്ങനെ കാണിക്കും. ഈ നാട്ടുപേരിൽ കാണിക്കില്ലേ, അതുപോലെ ഈ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയായിട്ട് പോവുകയാണ്. അപ്പോൾ പൊട്ടന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല തോന്നുന്നു. ഈ പ്രേക്ഷകരായ എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കളി സുധീഷിനോട്. അപ്പോൾ ഇവൻ മനസ്സ് പറയുന്നുണ്ട്, ഇവരുടെ കളിയൊന്നും നടക്കില്ല, എനിക്കറിയാം എന്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പോവുകയാണ് സുധീഷ് ഇവരെ കൊണ്ടാക്കാൻ പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഹരീഷിൻ്റെ മറ്റു വർക്ക്ഷോപ്പാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ പറയുക വേഗം കട പൂട്ടാൻ നിൽക്കുക, രാത്രി ചെയ്യണം. അപ്പോൾ പൂട്ടാൻ നിൽക്കുകയാണ് ഇവർ, വർക്ക്ഷോപ്പ് പൂട്ടാൻ നിൽക്കുക. അപ്പോൾ വേഗം ഓരോന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഹരീഷ് പറഞ്ഞിട്ട്, എടാ എത്ര വണ്ടികളാണെന്ന് പണി കഴിഞ്ഞത്, അതിൻ്റെയൊക്കെ ഇത് നോക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് നീതു അങ്ങോട്ട് വരുന്നത്, സ്കൂട്ടറും കൊണ്ട് തള്ളിക്കൊണ്ട് വരികയാണ്. അപ്പോൾ പറയും, അയ്യോ പൂട്ടിയോ എന്ന് വയ്ക്കുമ്പോൾ, അപ്പോൾ ഹരീഷ് അവളെ കാണുമ്പോൾ അറിയാമല്ലോ, ഒരു എന്താ പറയുമ്പോൾ പ്രേമലോലനാവുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കും, ഇല്ല പൂട്ടാൻ നിൽക്കുക, എന്താ കാര്യം നോക്കും. അയ്യോ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ, സ്റ്റാർട്ടാവുന്നില്ലേ എന്ന് വയ്ക്കും. എടാ അതൊന്നും നോക്കടാ, അറിയാം ഞങ്ങൾക്ക് പോകണം, ഇത്രയും ലേറ്റായില്ലേ എന്ന് പറയും. ഞങ്ങൾക്ക് പോകണമെന്ന് പറയാണ്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന പയ്യന്മാർ അപ്പോൾ പറയും, എന്നാൽ നിങ്ങൾ പൊക്കോ, ഞാൻ നോക്കിക്കോളാം അറിയാം. അല്ല അപ്പോൾ എന്തൊക്കെയോ വണ്ടിയുടെ എന്തോ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇനിയിപ്പോൾ നാളെ ചെക്ക് ചെയ്യാം, നിങ്ങൾ പൊക്കോ ഞാൻ നോക്കിയിട്ട് വിടാം എന്ന് പറയുകയാണേ. എന്നാൽ പിന്നെ ഞങ്ങൾ പോകാമെന്നറിയും. അതിലത്തെ ഒരുത്തുണ്ടല്ലോ, എന്താ അവൻ്റെ പേര് പറയുന്നുണ്ട്, അവൻ വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോൾ അതിനൊരു കുഴപ്പമില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി വെട്ടൊന്നൊന്നും നേരമായി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ കയറി പോവുകയാണ്, മറ്റു പയ്യന്മാർ രണ്ടുപേരും കൂടെ. അങ്ങനെ എന്താ അപ്പോൾ ഈ നേരത്ത് വന്ന് ചോദിക്കുക ഹരീഷ്. അപ്പോൾ പറയും, ഫോൺ വിളിച്ചിട്ട് കാര്യമല്ല, ഫോൺ വിളിച്ചാൽ ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ മെസ്സേജ് മര്യാദയ്ക്ക് അയക്കുന്നില്ല, പിന്നെ ഇപ്പോൾ ഇതല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ എന്നറിയും. അച്ഛൻ കാണണ്ടെന്നറിയും. അപ്പോൾ ഇവളടുത്ത്, ചന്ദ്രേട്ടൻ്റെ മോളല്ലേ നീ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അവസാനം പറയും, ഇപ്പോൾ എന്താ വേണ്ടേ, ഞാൻ കൊണ്ടാക്കി തരണം വയ്ക്കുമ്പോൾ, അയ്യടാ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇരുന്ന് പോകുന്നു വിചാരിച്ചിട്ട് എപ്പോഴും ഒന്നും ഞാൻ അങ്ങനെ വരില്ല അറിയും. ഇപ്പോൾ വേണ്ട, മുന്നിൽ വണ്ടി കിട്ടും, ഞാൻ പുറകിൽ എൻ്റെ വണ്ടിയും കൊണ്ട് വരാമെന്നറിയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ അറിയാണ്. അപ്പോൾ വലിയ സന്തോഷമാവും കേട്ടോ. എന്നതാ വരുന്നു പറഞ്ഞിട്ട് വേഗം ചാടി ഷട്ടർ വലിച്ചടക്കണു. എന്തോ ബഹളമാണെന്ന് അറിയാമോ, സന്തോഷം കൊണ്ടേ. അവന് ആദ്യമായിട്ടൊരു പെണ്ണിനെ പ്രേമിക്കാൻ കിട്ടിയതാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്ത് നോക്കിണ്ടേ, അല്ല ഹരീഷ് ഇത്ര പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുള്ളത് എന്താ പറഞ്ഞേ എന്ന് വയ്ക്കും.
എന്നറിയാം കേട്ടോ അവൾക്ക്. കാരണം ഇവനൊന്നും അറിയാം സത്യത്തിൽ ഇവനൊരു ഒന്നാമത് അവരുടെ വീട്ടിലൊരു പെണ്ണുങ്ങളില്ല. അവർക്ക് ഓർമ്മ വെച്ചപ്പോഴേക്കും അമ്മ മരിച്ചു. പിന്നെ ഒരു അനിയത്തിമാരോ ചേച്ചിമാരോ എന്ന് പറയാൻ ആരുമില്ല. പിന്നെ വന്നിട്ട് ആകെ നിധിയാണ്. നിധി എന്ന് പറഞ്ഞാൽ ആ ഒരു ഏടത്തിയമ്മ എന്നുള്ളൊരു റെസ്പെക്റ്റാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു 3 ആൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒരു പെൺകുട്ടി ഉള്ളത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അവർക്ക് നല്ലൊരു കമ്പനിയാവും അനിയത്തി ആയിട്ട് വന്നാൽ, അനിയത്തി ആയാലോ ചേച്ചി ആയാലോ ആരെങ്കിലും പിന്നെ ഒരാളുള്ളത് എത്രയായാലും നല്ലതാണേ. അപ്പോൾ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എന്നാൽ വാപ്പു ഞാൻ കൊണ്ടാക്കി തരാമെന്നറിയാം. അങ്ങനെ ബൈക്കിൽ ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. ബൈക്കിലിങ്ങനെ പോകുന്ന സമയത്ത് ഇവ അങ്ങനെ മുന്നിൽ പോകുന്നുണ്ട്, പിന്നാലെ അവൾ മുന്നിൽ പോകുന്നുണ്ട്, പിന്നാലെ ഇവനും വിട്ട് വരുന്നുണ്ട്. അതാണ് കുറച്ച് നേരം ആ ഒരു അവരുടെ ഒരു യാത്രയാണ് കാണിക്കുന്നത്. കുറച്ച് ഈ ദൂരം ഉണ്ടോ തോന്നുന്നു നിധിയുടെ നിധുവിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പോയിട്ട് പിന്നെ പെട്ടെന്ന് ഇവൻ ബൈക്ക് മുന്നോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോവുക. എന്നിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിടും. അപ്പോൾ ഇവള് വിചാരിക്കും ഇതെന്താ ഇത്ര പെട്ടെന്ന് പോണേന്ന്. അങ്ങനെ അവൾ വേഗം വന്ന് അടുത്ത് നിൽക്കുമ്പോൾ എന്തിനാ വേഗം സ്പീഡിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇവിടുന്ന് അങ്ങോട്ട് കയറി നിൻ്റെ വീടായില്ലേ, ഇനിയിപ്പോൾ ആരും നമ്മളെ കാണണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കണ്ടാലെന്താ, അത് വേണ്ട എന്ന് പറയണം, നീ പോയിക്കോ ഞാൻ കൂടെ വരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് അവൻ അങ്ങനെ നിൽക്കുമ്പോൾ അവൾ എന്നാൽ ശരി പറഞ്ഞിട്ട് ഇവളിങ്ങനെ നോക്കിയിട്ട് ഒരു കണ്ണങ്ങനെ സൈറ്റ് അടിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഞെട്ടുകയാണ് കേട്ടോ. കാരണം അങ്ങനെ സൈറ്റ് അടിച്ച് കൊടുക്കുന്ന കണ്ടിട്ട് ഇവനാകുന്നുണ്ട്, ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് അവളങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട് സ്കൂട്ടറിൽ. അപ്പോൾ അങ്ങനെ മനസ്സ് പറയും എനിക്കത് ഇഷ്ടമായി എന്നിങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളുടെ ഹരീഷ് ഒരു പ്രേമലോലുപനായി കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നിധിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാതിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സുധീഷിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ഗ്രേവിയും 2 ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. വേറെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്, എല്ലാവരും ഉണ്ട് ഒന്ന് കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ സുധീഷ് ചിക്കനൊക്കെ എടുത്ത് കഴിക്കട്ടോ എന്ന് പറയുന്നുണ്ട് രാജീവ്. അപ്പോൾ എടുത്ത് കൊടുക്ക് എന്ന് പറയുമ്പോൾ എടുത്ത് കഴിക്കുന്ന നിധി അറിയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, സുധീഷ് എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ആ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ നോക്കും എത്ര നാളായി ഈ ഡ്രൈവറുടെ ജോലി തുടങ്ങിയിട്ട്, പഠിത്തം കഴിഞ്ഞ ഉടനെ കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ കയറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പതർന്നുണ്ട്. അപ്പോൾ നിധിയുടെ ഏടത്തിയമ്മ ചുമക്കുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ റൂട്ട് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഞാൻ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ ഉടനെ ട്രാവൽസിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വർഷം ഇത്ര വർഷമായിരിക്കുമ്പോൾ 5-6 വർഷമായി എന്ന് പറയുന്നുണ്ട്. അത് ശരി അറിയാം, ഇന്നിപ്പോൾ ഇങ്ങനെ പോയാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ വേറൊരു ബിസിനസ് തുടങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇവർ നിധിയുടെ മുന്നിൽ നല്ല അച്ഛനും അമ്മയും നല്ലൊരു ഏട്ടനൊക്കെ ആണ്. കാരണം അത് അവളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഇവനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവർ ഇങ്ങനെ വറുത്ത് പൊരിക്കുകയാണ് അവനെ കേട്ടോ. എല്ലാം ക്ഷമയോട് നിന്ന് കേൾക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിധി അവിടെ നിൽക്കും, ഇവൻ പുറത്ത് പോകേണ്ടി വരും. അവർക്ക് വേണ്ടതും അതാണ്. അപ്പോൾ അവൻ പറയും ഇങ്ങനെയൊക്കെ പോട്ടെ, എല്ലാത്തിനും പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിനാണ് ഒന്നും തിരിക്കാത്തത്. അതിനെന്താ പൈസ ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട, അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അല്ലേ, കാശിനൊന്നും ബുദ്ധിമുട്ട് വേണ്ട, കാശ് എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രാജീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ബിസിനസ് ഞാനും അരുണും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ബിസിനസ് എന്തെങ്കിലും ചെയ്യാം. ഒന്ന് സുധീഷാണ് ഏറ്റെടുത്താൽ മതിയല്ലോ, എന്നാൽ ഞങ്ങൾക്കും കുറച്ച് ജോലിക്ക് ആക്കണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ സുധീഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ എടുത്ത് കഴിക്കുന്നത് അതൊന്നും വേണ്ട എന്ന് പറയേണ്ടത് നിധി. അതൊന്നും വേണ്ട കാരണം ഒന്നാമത് സുധീഷ് അവിടുന്ന് വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടും വിട്ടു പോവില്ല. പിന്നെ എന്താണ് സുധീഷിൻ്റെ അനിയന്മാരും ഏട്ടനും അച്ഛനൊക്കെയാണ് സുധീഷിൻ്റെ ലോകം, അവിടെ വിട്ടിട്ടൊന്നും വരില്ല എന്നറിയാം. അപ്പോൾ എടുത്ത വഴിക്ക് നമ്മളെ മനസ്സിൽ സുധീഷ് പറയേണ്ടി മണ്ടി അവർ എന്നെ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ്, നീ മിണ്ടാതിരിക്കുക, അവരെന്താ പറയുന്നത് നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ എന്തെങ്കിലും നോക്കിക്കൂടെ, ജോലികൾ എന്തെങ്കിലും ഇതാക്കാൻ നോക്കിക്കൂടെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ നിധി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി അതെ എന്ന് പറഞ്ഞിട്ട്, കാരണം ഇവനെന്ത് പറഞ്ഞാലും നിധി ഇവന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കേണ്ടത്. അതാണ് പിന്നെ ഇവനൊരു ആകപ്പാടൊരു ആശ്വാസം ഉള്ളത് ആ വീട്ടിൽ. അപ്പോൾ പറയും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതല്ല, ഒരു പെണ്ണും ഒക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവളുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ കിട്ടുന്നില്ല, ഞങ്ങൾ സന്തോഷത്തിലാണ് കഴിയുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിധി അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മൾ സുധീഷ്
കിടക്കാൻ ബെഡ്റൂമിലാണ്. അപ്പോൾ അവങ്ങനെ പറയുകയാണ്, ഇവർ എന്നെ പല തരത്തിലും പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കൺട്രോൾ തരണേ, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അത് നിധിയോട്ട് നിൽക്കും, പിന്നെ എന്നൊക്കെ എനിക്ക് നിധിയെ നഷ്ടപ്പെടും, അത് പാടില്ല, അതുകൊണ്ട് അവർ പലതും പറഞ്ഞാലും ഞാനതെല്ലാം സഹിച്ച് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നിധിയുടെ ഒരു ഫോട്ടോ ചുമരിൻ്റെ മുകളിലുള്ളത്, നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ, അങ്ങനെ ചിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവൻ ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഈ ചിരിയാണ് എന്നെ എല്ലാം സഹിക്കാൻ ഇതാക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, എല്ലാം ഞാൻ സഹിക്കുന്നത് ഈ ചിരിയിലാണ്.